ഹലോ ഹായ്. ഇന്ന് കുറച്ച് മാച്ചാൻ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ എങ്ങനെയാണ് കറി വെക്കണേന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് 1 കിലോ മാച്ചാനുണ്ട്. അപ്പോൾ ഇതിനി ക്ലീൻ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ മീൻ മുറിച്ച് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ 1 കിലോനായിരുന്നില്ല, 1 കിലോത്തിൽ നിന്ന് ഞാൻ 1/2 കിലോ എടുത്തോളൂ. കാരണം എനിക്ക് 1/2 കിലോ മതി. ബാക്കി ഞാൻ പൊരിക്കണത് കാണിച്ചു തരാം. അപ്പോൾ പിന്നെ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ മസാല ഞാൻ റെഡിയാക്കി കാണിച്ചു തരാം. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 10-12 കൊച്ചുള്ളി, ഒരു ചെറിയ സവാള, തക്കാളി, പച്ചമുളക്, കറിവേപ്പില. പിന്നെ ആവശ്യമായിട്ടുള്ള പുളി ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊക്കെ ഒന്ന് ചതച്ച് കൊണ്ടുവരട്ടെ. അപ്പോൾ എല്ലാം ഞാൻ ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഒന്ന് കല്ലിട്ട് ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ വയ്ക്കാം. വെളിച്ചെണ്ണയൊക്കെ ആവശ്യത്തിന് വയ്ക്കാം കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം വയ്ക്കാം. എനിക്ക് അത്യാവശ്യം വെളിച്ചെണ്ണയൊക്കെ വയ്ക്കണതാണ് ഇഷ്ടം. എല്ലാവർക്കും വെളിച്ചെണ്ണ ഒരുപോലെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളതുകൊണ്ടിട്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഒഴിച്ചാൽ മതി. ഇതിലേക്ക് ഒരു 2 നുള്ളു ഉലുവ, ഉലുവ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൽ ഞാൻ ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ഒപ്പം ഈ സവാള ഇങ്ങോട്ട് ഇട്ട് കൊടുക്കും. മീൻ ചെറുതായതുകൊണ്ടിട്ടേ ഞാനൊന്ന് വരയിട്ടിട്ടുണ്ട്. 2-3 വരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നേരെ ഉപ്പും പുളിയൊക്കെ അതിനകത്ത് നല്ലപോലെ പിടിക്കും. അതിനാണ് ഞാനങ്ങനെ വരയിട്ടത്. അധികം ഇട്ട് മൂപ്പിക്കൊന്നും വേണ്ട. കുറച്ച് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഒരുപാട് ഇങ്ങനെ വാട്ടി ഗോൾഡൻ കളർ പോലെ ഒന്നും ആകണ്ട കേട്ടോ. ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനിനി ഇട്ട് കൊടുക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണ്. ഒരു 2 സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ ഇട്ടാൽ കേട്ടോ. ഒരു 1.5 സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. പച്ചമണം മാറണവരെ ഒന്ന് വഴറ്റാം. അപ്പോൾ കണ്ട എല്ലാം ഒന്നിച്ച് മൂപ്പ് വന്ന് കണ്ടു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പുളി ഒഴിച്ച് കൊടുക്കണം. പുളി ഒരു 3 കഷ്ണം പുളിയാണ് കേട്ടോ. ഞാൻ കീറി എടുത്തതാണ്. തിള വരട്ടെ. അപ്പോൾ ആ പുളിവെള്ളം ഒഴിച്ചതൊക്കെ വറ്റി നല്ലപോലെ കണ്ട എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനൊക്കെ ആവശ്യമായിട്ടുള്ള വെള്ളം, നിങ്ങൾക്ക് എന്തോരം ഗ്രേവി വേണ്ട അത്രയും വെള്ളം ഒഴിക്കാം. എനിക്കിവിടെ കുറച്ച് മതി ഗ്രേവി.
അപ്പോൾ നിങ്ങൾക്ക് ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ കറി നല്ലപോലെ തിളച്ച് തുടങ്ങുന്നുണ്ട് കേട്ടോ. നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 3-4 മിനിറ്റ് നമുക്കിത് ഒന്ന് അടച്ച് വെക്കാം. മാച്ചാനല്ലേ പെട്ടെന്ന് വേഗം. തുറന്ന് നോക്കട്ടെ കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ തിള വന്നതിന് നമുക്ക് ഗ്യാസ് ഒന്ന് സ്ലിമ്മിലിടാം കേട്ടോ. ഈ നേരത്തൊന്ന് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കിയിട്ട് ആവശ്യമെന്ന് തോന്നിയാൽ ഉപ്പും പുളിയൊക്കെ വേണമെങ്കിൽ ഇടണം കേട്ടോ. ഇപ്പം ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്നത് കറക്റ്റാണ്. മീനൊക്കെ പൊടിയാണ്, അനക്കരുന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. എനിക്കിപ്പോൾ ഈ ഒരു കൈ കൊണ്ടിട്ട് ഞാൻ വീഡിയോ പിടിക്കുന്നുണ്ടിട്ടേ അങ്ങനെ ചുറ്റിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പതിയെ സ്പൂൺ വെച്ചിങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നേക്കണുണ്ടോ. ഇതൊരു 3-4 മിനിറ്റ് ഇതേ കണ്ട സ്ലിമ്മിൽ ഒരു ഇത്തിരി സമയം കൂടെ കിടന്നോട്ടെ. ഒരു 5 മിനിറ്റും കൂടെ. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. മിനിറ്റും കൂടെ കഴിഞ്ഞ് നമുക്ക് നോക്കാം കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞിരിക്കണുണ്ടോ. ഇനി സ്റ്റവ് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. മീനൊക്കെ പൊടിയാണ്ട് കിടക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതുപോലെ എല്ലാവരും പറയും സവാള കറിയിലിടോ, മീൻ കറിയിൽ സവാള ഇടണം. പക്ഷേ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ മീൻ കറി വെക്കുമ്പോൾ ഒരു ചെറിയ സവാള ഇട്ടിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് നോക്കും. നല്ല ടേസ്റ്റാണ് കറിക്ക്. പിന്നെ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആ ബെല്ലൈക്കനൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്താണെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. പിന്നെ നിങ്ങളിങ്ങനെ വെക്കത്തുള്ളൂ മുളകാറൊക്കെ. ഇതിപ്പോൾ നല്ല വറ്റി കുറുകി നല്ല ഇനി കുറച്ച് സമയം അങ്ങനെ ഇരുന്നോട്ടെ. എന്താ എണ്ണയൊക്കെ തെളിഞ്ഞിരിക്കണുണ്ട്. കൊതി വരുന്നില്ലേ, നമുക്ക് തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടാവും. അടച്ചു വെക്കാട്ടെ. എടുക്കട്ടെ. കഴിച്ചിട്ട് പറയാട്ടെ ബാക്കി.